ഇന്ന് നമ്മൾ നിസാർ ഹോസ്പിറ്റലിലേക്കാണ് വന്നിട്ടുള്ളത്. കണ്ണൻകുട്ടിയുടെ മുറി അഴിച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ചെന്നപ്പോൾ പിള്ളേർ ചോദിച്ചു എൻ്റെ അടുത്ത്, ചേച്ചി ഞങ്ങളുടെ ഷോർട്സ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ, നിസാർ ഹോസ്പിറ്റലിലെ ഷോർട്സും കാര്യങ്ങളും എന്താ നിങ്ങൾ ഇടാത്തത്, നടക്കാവൽ കെട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ കുറേ നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിള്ളേരെ 2 ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കയറി നോക്കി നോക്കും, നിങ്ങൾ കാണാൻ വിട്ട് പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഷോർട്സും കൂടെ അങ്ങോട്ട് എടുത്തിടാന്ന് വിചാരിച്ചു. പിള്ളേർ പറഞ്ഞതല്ലേ, ഏതായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ ദാ ഞാൻ അവിടെ നിന്ന് ലിസ്റ്റൊക്കെ എടുത്തിട്ട് കണ്ണൻകുട്ടീനെ തപ്പി തെരഞ്ഞ് കൊടുന്ന് പോയപ്പോൾ അവൻ വീൽ ചെയറിൽ അവനെ ഇതാ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ജിതേഷ് ഡോക്ടറെയാണ് കാണിക്കുന്നത്. എല്ലിൻ്റെ നല്ല കുറവുണ്ട് കേട്ടോ അവനെ കാണിച്ചതിലും ഇത് നമ്മൾ മുന്നൊക്കെ കൊണ്ടുപോയിട്ട് ആകെ കൂടെ കോളായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കുറേ സമാധാനം ഉണ്ട് കേട്ടോ. മുറി കിട്ടണ ആ ഒരു റൂമിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഈ കുട്ടികളൊക്കെ സിസ്റ്റർ കുട്ടികളൊക്കെ ആയിട്ടിപ്പോൾ നല്ല കമ്പനിയായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പേടിയും കരച്ചിലൊക്കെ കണ്ടിട്ട് അവർക്ക് ഞങ്ങളെ കാണുമ്പോഴേക്കും ഭയങ്കര ചിരിയാണ് കേട്ടോ. പിന്നെ കുറേ ദിവസം ഇല്ലെങ്കിൽ പോയി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിള്ളേർ അവനെ കാണുമ്പോഴേ ചോദിക്കും, വേദന ഉണ്ടോ, പേടിയുണ്ടോ, ഞങ്ങൾ അഴിച്ച് കെട്ടണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അയ്യോ വേണ്ടെന്നൊക്കെ പറയും കേട്ടോ. ഇന്നതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ അവൻ സമ്മതിക്കില്ല. ഡോക്ടർ ഇനി പൊക്കോ പറഞ്ഞാലും അവൻ അവിടെ എന്നെ പിടിച്ച് നിർത്തിക്കോളൂ കേട്ടോ. അങ്ങനെ ഡോക്ടറൊക്കെ വന്ന് നോക്കിയപ്പോൾ ആ മുറിയൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. കാല് ചവിട്ടി നടക്കാൻ വേണ്ടി അവനോട് പറഞ്ഞു, ഇങ്ങനെ കൊക്കി ചാടി നടക്കരുതെന്ന്. അപ്പം ഇങ്ങനെ നടക്കാൻ വേണ്ടി കുറച്ച് പെയിൻ ഉണ്ടെന്നാലും പിന്നെ അവനത് പറഞ്ഞപ്പോൾ വേഗം മാറുമെന്ന് പറഞ്ഞപ്പോൾ ചവിട്ടി നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മരുന്നൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോരാൻ വേണ്ടി നിൽക്കുക. അപ്പം അവൻ പറഞ്ഞു ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വൈക്കത്തൂരില്ലേ പാൽ സർവത്ത്, നെറുനീണ്ടി പാൽ സർവത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടത്ത് ഒരു ഗ്ലാസ് കുടിച്ചാണ്ടല്ലോ എൻ്റെ പൊന്നോ, എവിടുന്നോ ഒരു എനർജി വരിക എന്നുള്ളത് അറിയില്ല, അത്രയും ടേസ്റ്റാണ്. ഞങ്ങൾ ഇടയ്ക്ക് കുടിക്കാറുണ്ട്, ഇപ്പോൾ കുറേ കുടിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.